പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 12. പ്രധാന വാർത്തകൾ. വേൾഡ് സ്കോളേഴ്സ് കപ്പ് 2024 സ്റ്റോക്ക്ഹോം, സിയോൾ എന്നീ 2 വേദികളിലായി നടന്ന മത്സരങ്ങളിൽ മബേല ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ മികച്ച നേട്ടം സ്വന്തമാക്കി. വർത്തമാനകാലത്തെ പുനർനിർമ്മിക്കുക എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി 45 രാജ്യങ്ങളിൽ നിന്നുള്ള 2500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിലാണ് ശ്രദ്ധേയ നേട്ടം മബേല ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയത്. 40 സ്വർണ്ണ മെഡലുകളും 15 വെള്ളി മെഡലുകളും കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ നവംബറിൽ അമേരിക്കയിലെ യേൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുന്ന ടൂർണമെന്റിലേക്ക് യോഗ്യത നേടി. എഴുത്ത്, സംവാദം, ക്വിസ് എന്നിവയിൽ തങ്ങളുടെ ഉൾക്കാഴ്ചയും കഴിവും പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഈ മത്സരങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. നിസ്രീൻ അലി നൌഷാദിനെ വൗ ഡിബേറ്റർ ആയും സിയോളിലെ ജഡ്ജിംഗ് പാനലിലെ അംഗമായും തിരഞ്ഞെടുത്തത് അഭിമാനകരമായ നിമിഷമായിരുന്നു. ഒമാനിൽ വൈദ്യുതി ജലനിരക്കുകൾ വർദ്ധിക്കാൻ പദ്ധതിയില്ലെന്ന് അതോറിറ്റി ഫോർ പബ്ലിക് സർവീസസ് റെഗുലേഷൻ അറിയിച്ചു. സബ്സിഡി തുടരുകയും ചെയ്യും. ഈ വർഷത്തെ നിരക്കുകൾ നേരത്തെ ഔദ്യോഗിക ചാനലുകൾ വഴി പ്രഖ്യാപിച്ചതായും അടുത്ത വർഷത്തേക്ക് ഇത് പൂർണ്ണമായും എടുത്തുകളയാൻ പദ്ധതിയില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. നമ ഹോൾഡിംഗ് ഗ്രൂപ്പ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയർമാൻ എഞ്ചിനീയർ അഹമ്മദ് അൽ സുബിഹിയുടെ കാർമ്മികത്വത്തിൽ നടന്ന പബ്ലിക് സർവീസസ് ആൻഡ് യൂട്ടിലിറ്റീസ് കമ്മിറ്റി യോഗത്തിലാണ് അധികൃതർ നിലപാട് അറിയിച്ചത്. വൈദ്യുതി ജലവിതരണ കമ്പനി സിഇഒ ഒമർ യോഗത്തിൽ പങ്കെടുത്തു. നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചരണങ്ങൾ തെറ്റാണ്. 2024 താരിഫുകൾ ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുമെന്നും സബ്സിഡികൾ ഉടൻ പിൻവലിക്കുമെന്നും പ്രചാരണം വ്യാപകമാണ്. അടുത്ത വർഷം നിലവിലെ നിരക്കുകളും സബ്സിഡികളും എടുത്തുകളയുമെന്നുമുള്ള സന്ദേശങ്ങളും തെറ്റാണെന്നും അതോറിറ്റി ഫോർ പബ്ലിക് സർവീസസ് റെഗുലേഷൻ അറിയിച്ചു. വിദേശ നിക്ഷേപത്തിന് യോജിച്ച സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കി ഒമാൻ. അമേരിക്കൻ സിഇഒ വേൾഡ് മാഗസിൻ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ 2024 നിക്ഷേപത്തിനും സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അനുയോജ്യമായ മികച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ആഗോളതലത്തിൽ ഒമാൻ 21ാം സ്ഥാനം കരസ്ഥമാക്കി. വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും രാജ്യത്ത് നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും നടത്തുന്ന ശ്രമങ്ങളാണ് ഒമാനെ മികച്ച സ്ഥാനത്ത് എത്തിച്ചത്. 92.2 പോയിന്റിന്റെ സാമ്പത്തിക സ്ഥിരത സ്കോർ നേടിയതായും ഏറ്റവും പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. 9 ചെറുദ്വീപുകൾ കൂടി ചേർന്നുള്ള ദൈമാനിയത്ത് നാച്ചുറൽ റിസർവിൽ ഈ വർഷം 50,000-ൽ പരം സന്ദർശകർ. ജനുവരി മുതൽ ആഗസ്റ്റ് വരെയുള്ള കാലയളവിൽ 55,436 പേർ ഇവിടം സന്ദർശിച്ചതായി പരിസ്ഥിതി വിഭാഗം ഡയറക്ടർ എഞ്ചിനീയർ സാലിം ബിൻ സഈദ് അൽ മസ്കരി പറഞ്ഞു. സീബ്, ബർക്ക വിലായത്തുകളിലായി പരന്നുകിടക്കുന്ന ദൈമാനിയത്ത് പ്രകൃതി സംരക്ഷണ കടൽ മേഖല സഞ്ചാരികളെ ഇഷ്ട സ്പോട്ടായി മാറുകയാണ്. ഒമാനിലെ പ്രഥമ അണ്ടർ വാട്ടർ മ്യൂസിയവും ദൈമാനിയത്ത് ദ്വീപിനോട് ചേർന്നാണ് ഒരുക്കിയിട്ടുള്ളത്. ഡൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ടൂറിസം ഡൈവിംഗ് സ്ഥാപനങ്ങൾ വഴി കടലിനടിയിലെ വിസ്മയ കാഴ്ചകൾ കാണാനാകും. പരിസ്ഥിതി വിഭാഗം വെബ്സൈറ്റ് വഴിയാണ് ഡൈവിംഗിന് അനുമതി നേടേണ്ടത്. റോയൽ നേവി ഓഫ് ഒമാന്റെ കാലാവധി കഴിഞ്ഞ ഹെലികോപ്റ്ററുകളും ട്രക്കുകളും ഉൾപ്പെടെ ഇവിടെ കാണാം. നശിച്ചു പോകുന്ന സൈനിക സാമഗ്രികൾ പരിസ്ഥിതി സംരക്ഷണത്തിനും പവിഴപ്പുറ്റുകൾ വളരാനും കടൽ ജീവികളുടെ പുനരുൽപാദന പ്രക്രിയയ്ക്കും ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കടലിൽ താഴ്ത്തിയിരിക്കുന്നത്. ഡൈവ് ചെയ്ത് കടലിനടിയിലെത്തുന്നവർക്ക് ഈ കാഴ്ചകൾ കാണാം. വർഷങ്ങളോളം സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയ ഹെലികോപ്റ്ററുകളും ട്രക്കുകളിലും ഇപ്പോൾ പവിഴപ്പുറ്റുകൾക്കും മറ്റ് കടൽ ജീവികൾക്കും വളരാൻ കഴിയും. ലോകകപ്പ് യോഗ്യതയുടെ 3ാം റൗണ്ടിൽ 2ാം മത്സരത്തിലും തോൽവി വഴങ്ങിയ ഒമാന് ഫൈനൽ റൗണ്ടിലേക്കുള്ള പ്രവേശനം ഇനി എളുപ്പമാകില്ല. ഗ്രൂപ്പ് ബിയിൽ പോയിന്റ് ഒന്നും ലഭിക്കാതെ അവസാന സ്ഥാനത്താണ് ഒമാൻ. 4 പോയിന്റുകൾ വീതം നേടിയ ദക്ഷിണ കൊറിയ, ജോർദാൻ, ഇറാഖ് എന്നീ ടീമുകളാണ് ആദ്യ സ്ഥാനങ്ങളിൽ. മറ്റു ടീമുകളായ കുവൈത്തിന് 2ഉം ഫലസ്തീന് 1 പോയിന്റുമാണുള്ളത്. ഗ്രൂപ്പിലെ ആദ്യ 2 സ്ഥാനക്കാർ നേരിട്ട് ലോകകപ്പിന്റെ ഫൈനൽ റൗണ്ടിലെത്തും. 3ഉം 4ഉം സ്ഥാനക്കാർ 4ാം റൗണ്ട് യോഗ്യതാ മത്സരത്തിന് അർഹത നേടും. ശക്തരായ ദക്ഷിണ കൊറിയയോട് തോൽവി വഴങ്ങിയതോടെ ഒമാനിലെ കാൽപന്ത് പ്രേമികളും നിരാശയിലാണ്. എങ്കിലും സുൽത്താനേറ്റിന്റെ ലോകകപ്പ് പ്രവേശനം എന്ന സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കുന്ന പോരാളികളെ ചേർത്ത് പിടിക്കുകയാണ് രാജ്യം. കുൽന മാർക്ക് എന്ന പേരിൽ ആരംഭിച്ച ക്യാമ്പയിനും സാമൂഹിക മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആണിപ്പോൾ. ഒമാൻ ദക്ഷിണ കൊറിയ മത്സരം സുൽത്താൻ ഖാബു സ്പോർട്സ് കോംപ്ലക്സിലെ നിറഞ്ഞ ഗാലറിക്ക് മുന്നിലാണ് അരങ്ങേറിയത്. 3-1 ഒമാൻ പരാജയം രുചിച്ചത്.
തൃശൂർ സ്വദേശിയെ ഒമാനിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂർ ഏറിയാട് ആറാട്ടുവഴിയിൽ താമസിക്കുന്ന ബിജു ആണ് ജഅലാൻ അബു ഹസനിൽ വെച്ച് മരണപ്പെട്ടത്. വർഷങ്ങളോളമായി ജഅലാൻ അബു ഹസനിൽ മത്സ്യവില്പന കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ബുധനാഴ്ച രാവിലെയാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് അയക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് മറൈൻ യൂണിറ്റുകളുടെയും സ്കീകളുടെയും ഉടമകൾക്ക് നിർദ്ദേശം നൽകി ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം. ലൈഫ് ജാക്കറ്റുകളും അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെടുന്ന സംവിധാനങ്ങളും ഉറപ്പുവരുത്തണമെന്നും സൂര്യാസ്തമയത്തിനു ശേഷം ജെറ്റ് സ്കീകളും മറൈൻ സ്പോർട്സ് യൂണിറ്റുകളും ഓടിക്കാൻ പാടില്ലെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. ഓപ്പറേറ്റർമാർ നിശ്ചയിച്ച പരിധിക്കപ്പുറം പോകരുത്. രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റ് നൽകണം. ഒരു സ്ഥലത്ത് പരമാവധി 8 ബൈക്കുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വ്യക്തികളെ അപകടത്തിലാക്കും വിധത്തിൽ ഇവ ഉപയോഗിക്കരുത്. ബൈക്കുകളുടെ ഉപയോഗം നിരീക്ഷിക്കണം. റൈഡുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് കാലാവസ്ഥയും നിരീക്ഷിക്കണം. മുതിർന്നവർക്കൊപ്പമല്ലാതെ 16 വയസ്സിന് താഴെയുള്ളവർക്ക് വാട്ടർ ബൈക്കുകളും മറ്റു വിനോദ മറൈൻ യൂണിറ്റുകളും ഓടിക്കാൻ അനുവദിക്കരുതെന്നും ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. വടക്കൻ ബാത്തിനയിൽ പാർക്ക് ചെയ്ത വാഹനത്തിൽ നിന്നും ബാങ്ക് കാർഡുകളും പണവും മോഷ്ടിച്ചയാൾ അറസ്റ്റിൽ. 2 വാഹനങ്ങളിൽ നിന്നാണ് പ്രതി മോഷണം നടത്തിയതെന്ന് വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് അറിയിച്ചു. പ്രതിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായും പോലീസ് വ്യക്തമാക്കി. വാഹനം പാർക്ക് ചെയ്തു പോകുമ്പോൾ ഓഫ് ചെയ്യുകയും 4ാമത് എഡിഷൻ ടൂർ ഓഫ് സലാല സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് സമാപനം 4ാം ഘട്ടവും അവസാന ദിനവുമായിരുന്ന ഇന്നലെ അൾജീരിയൻ സൈക്ലിംഗ് താരം യാസിൻ ഹംസ ജേതാവായി. മുക്സേൽ ബീച്ചിൽ നിന്ന് ആരംഭിച്ച് ദർബാത്ത് വെള്ളച്ചാട്ടത്തിന് സമീപം മത്സരം അവസാനിച്ചു. 138.8 കിലോമീറ്ററായിരുന്നു മത്സര ദൂരം. ധോഫർ നഗരസഭാ ചെയർമാൻ ഡോക്ടർ അഹമ്മദ് ബിൻ മൊഹ്സിൻ അൽ ഗസാനി സമാപന ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു. വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെയാണ് അവസാന ദിന മത്സരം കടന്നുപോയത്. ഖരീഫ് സീസണിൽ ധോഫർ നഗരസഭ, ഒമാൻ സൈക്ലിംഗ് ഫെഡറേഷൻ, സാംസ്കാരിക യുവജന മന്ത്രാലയവുമായി സഹകരിച്ചാണ് ടൂർ ഓഫ് സലാല സംഘടിപ്പിക്കുന്നത്. വഴിയരികിൽ കാത്തുനിന്ന താരങ്ങൾക്ക് ആവേശം പകർന്നത് നിരവധി പേരാണ്. ഒമാൻ ദേശീയ ടീമിന് പുറമെ ധോഫർ നഗരസഭയുടെ താരങ്ങളും ടൂർ ഓഫ് സലാലയുടെ ഭാഗമായി. അൾജീരിയ, മലേഷ്യ, ബെൽജിയം, ജപ്പാൻ, നെതർലൻഡ്, മംഗോളിയ, UAE, ഖത്തർ ടീമുകളും യൂറോ സൈക്ലിംഗ് ട്രിപ്പ് കോണ്ടിനെന്റൽ ടീമും വിക്ടോറിയ സ്പോർട്സ് പ്രോ സൈക്ലിംഗ് കോണ്ടിനെന്റൽ ടീമും പങ്കാളികളായി. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 46.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. സുനൈനാഹ് പ്രദേശത്തായിരുന്നു ഇത്. ഇബ്രിയിൽ 45.7 ഡിഗ്രിയും ബിദിയയിൽ 45.4 ഡിഗ്രിയും ബുറൈമിയിൽ 45.1 ഡിഗ്രിയും നിസ്വയിൽ 45 ഡിഗ്രിയും ബിദ്ബിദിൽ 44.9 ഡിഗ്രിയും വാദി അൽ മഅ്വലിയിൽ 44.8 ഡിഗ്രിയും ആണ് റിപ്പോർട്ട് ചെയ്തത്. ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ 42 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരുന്നു താപനില എന്നതും ശ്രദ്ധേയമാണ്. ഇവിടങ്ങളിൽ ആഗസ്റ്റ് 3ാം വാരം മുതൽ തുടർച്ചയായി ലഭിച്ച മഴ താപനില കുറയാൻ സഹായകമായിരുന്നു. മഴ മാറിയതോടെ ചൂട് വീണ്ടും ഉയരുകയായിരുന്നു. ചൂടിനൊപ്പം അന്തരീക്ഷ ഈർപ്പവും അനുഭവപ്പെടുന്നു. ചൂട് തുടരുന്നതിനിടെ ആഗസ്റ്റ് 24-ന് സുഹൈൽ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതോടെ വേനലിന്റെ കാഠിന്യം കുറയുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ താപനിലയിൽ പെട്ടെന്നുള്ള കുറവ് ഉണ്ടാകില്ലെന്നാണ് നിലവിലെ കാലാവസ്ഥാ മാറ്റം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെട്ടത് ജബൽ ഷംസിലാണ്, 20.7 ഡിഗ്രി സെൽഷ്യസ്. കൊല്ലം പറവൂർ സ്വദേശിയായ ലേഖൻ സുകേഷൻ ഒമാനിൽ വിസയില്ലാതെ താമസിക്കാൻ തുടങ്ങിയിട്ട് 7 വർഷത്തോളമായി. ഇടയ്ക്കെപ്പോഴോ പാസ്പോർട്ടും നഷ്ടമായി. 34 വർഷങ്ങൾക്ക് മുമ്പ് ഒമാനിൽ പെയിന്റിംഗ് ജോലിക്കെത്തിയതാണ് ലേഖൻ സുകേഷൻ. കോവിഡ് കാലത്ത് വരുമാനം കുറഞ്ഞതിനാൽ വിസ പുതുക്കാൻ പണം തികഞ്ഞില്ല. ജീവിത ചെലവും പരുങ്ങലിലായതോടെ കൃത്യമായി വാടക നൽകാനും കഴിയാതെ പലയിടങ്ങളിൽ താമസം മാറി. കഴിഞ്ഞ 3 വർഷമായി ജോലിയും വരുമാനവുമില്ലാതെ സുകേഷന് രോഗവും പിടികൂടിയതോടെ ജീവിതം മാറിമറിഞ്ഞു. 2 കണ്ണുകൾക്ക് കാഴ്ച കുറവാണ്. ഓർമ്മക്കുറവും മറ്റ് പ്രശ്നങ്ങളും പിടിപെട്ടതോടെ പരസഹായമില്ലാതെ നടക്കാൻ പോലും ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം. സഹോദരങ്ങൾ മാത്രമാണ് നാട്ടിലുള്ളത്. റൂവി KMCCയുടെ നേതൃത്വത്തിൽ മസ്കത്തിലെ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ നിയമ നടപടികൾ പൂർത്തിയാക്കാനും ലോകനെ നാട്ടിലെത്തിക്കാനുമുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തിരുനബിയുടെ ജീവിത ദർശനം എന്ന ശീർഷകത്തിൽ നടക്കുന്ന മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി ബർക്ക മദ്രസത്തുൽ ഫലാഹിൽ ICF ബർക്ക സെക്ടർ കമ്മിറ്റി കഫേ വൈബ് സംഘടിപ്പിച്ചു. റെസ്റ്റോറന്റ്, കോഫി ഷോപ്പ്, സൂപ്പർ മാർക്കറ്റിൽ തുടങ്ങിയ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മൗലിദ് മജ്ലിസ്,
മദ്ഹ് റസൂൽ പ്രഭാഷണം, മദ്ഹ് മദീന, തബറക് വിതരണം തുടങ്ങിയവ നടന്നു. ICF സീബ് സെൻട്രൽ പ്രസിഡന്റ് ഇസ്മായിൽ സഖാഫി ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.